ക്യാൻ പ്രസൻസ് സ്വയംവര സിൽക്സ് ഇടവേളകളില്ലാതെ ബാബു. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ് ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. അതുപോലെ ചേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരാളാണ് നമ്മുടെ അടുത്ത വിശേഷങ്ങൾ പങ്കുവെക്കാൻ വരുന്നത്. ഇടവേള ബാബുചേട്ടനെ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഞാൻ ബോയ് ഫ്രണ്ടിൻ്റെ സമയത്താണ്. അദ്ദേഹം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ ഞാൻ പോയി അദ്ദേഹത്തെയും അമ്മയൊക്കെ മീറ്റ് ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മയുമായിട്ട്, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നു അദ്ദേഹം. അതൊരു വലിയൊരു ജേണി തന്നെയായിരുന്നു. ഏതൊരു ആവശ്യഘട്ടത്തിൽ നമുക്ക് ഓടിച്ചെല്ലാവുന്ന 100% വിശ്വസിച്ച് ഓടിച്ചെല്ലാവുന്ന ഒരു വ്യക്തിയാണ് ഇടവേള ബാബുചേട്ടൻ. അദ്ദേഹം ഒരു മികച്ച നടൻ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു മികച്ച സംഘാടകൻ എന്ന് വേണം നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ. കാരണം അമ്മ എന്ന് പറയുന്ന ഈ ഒരു അസോസിയേഷന് ഇത്രയും മനോഹരമായിട്ട് അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ 100% ക്രെഡിറ്റ് ഗോസ് ടു ഇടവേള ബാബുചേട്ടൻ. അതൊരു പ്രത്യേക ഒരു ടാലൻറ്റ് തന്നെയാണ്. നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പം അവർ ഏറ്റവും പ്രൗഡായിട്ട് നമ്മുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ അസോസിയേഷൻ ഇത്രയും അച്ചടക്കത്തോടെ അത് പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ആശ്ചര്യമാണെന്ന് ഇപ്പോഴും പറയാറുണ്ട്. അത് അതിലെ മെയിൻ ആൾ, അതിൻ്റെ ബാക്ക് ബോൺ എന്ന് വിളിക്കാവുന്ന ആൾ ഇടവേള ബാബുചേട്ടൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വിളിച്ച ഓരോ കാര്യങ്ങൾ അഡ്വൈസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചേട്ടാ നമുക്ക് എന്തെങ്കിലും ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാം. അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് തരുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എൻ്റെ ഏത് ആവശ്യത്തിനും ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ 101% അതിലേക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അത് ചെയ്ത് തന്നിരിക്കും അദ്ദേഹം. അങ്ങനെ ഒരു വിശ്വാസം, ആ ഒരു വലിയൊരു ആത്മബന്ധവും അദ്ദേഹമായിട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. എല്ലാവർക്കും ഷാനിയൊക്കെ എൻ്റെ വീട്ടിൽ ആദ്യം ബോയ് ഫ്രണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട ഗ്രൗണ്ടിലാണ് ഷൂട്ടിങ്. അന്ന് ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നത്. അപ്പോൾ അന്ന് മുതൽ അണിയെ കാണുന്നതാണ്. അണിയുടെ ഓരോ അങ്ങനെ അണിയെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അണി പറഞ്ഞു എനിക്കൊന്നും ഞാൻ പറഞ്ഞു വാ ബാക്കിയൊക്കെ പഠിപ്പിച്ചു തരാം. അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 2 എക്സിക്യൂട്ടീവിൽ അണി ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അണി സഹകരിക്കുന്ന ഒരാളായിരുന്നു. പ്രോഗ്രാമായാലും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ സഹകരിച്ചിരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ചില ഈ ഒളിച്ചിരിക്കുന്ന ചിലരെ പുറത്ത് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട്. അതിലാണ് ഒരാളാണ് അണി. ഇപ്പോൾ അണി എല്ലാ ലാംഗ്വേജിലും അഭിനയിച്ചു തുടങ്ങി. ഇപ്പോഴും നല്ല സൗഹൃദം. ചില മറ്റേ ക്യാഷ് ഡീലിങ്സിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അണി എന്നെ വിളിക്കും. അതെന്താ ചെയ്യുക, അവർ പൈസ ഒന്നല്ല അല്ലെങ്കിൽ അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറയും. അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും അണി എന്നെ വിളിക്കുന്ന ഒരാളാണ്. അണിയെ ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഹീറോയിൻസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടേ കാണുന്നുള്ളൂ. എല്ലാവരും ഇതുപോലെ നമുക്ക് നല്ല ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. അവർക്കൊരു ട്രസ്റ്റ് ലെൻഡുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ പലരും ഒറ്റയ്ക്ക് തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവരുടെ വീട്ടിൽ പോലും ഇവരുടെയൊക്കെ അച്ഛനുമായിട്ടും അമ്മയായിട്ടും ഒക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ അവരെ മാത്രമല്ല അവരുടെ അച്ഛനും അമ്മയായിട്ടൊക്കെ നല്ല ബന്ധം ഞാൻ പുലർത്താറുണ്ട്. അമ്മയെ പിടിച്ചു കുലിക്ക് ഒരു പുറത്താക്കൽ എന്ന് പറയുന്നത് നടൻ ദിലീപിൻ്റെതായിരുന്നു. ഏറെ കൊള്ളക്കം ഉണ്ടാക്കിയ, അമ്മയുടെ അകത്ത് തന്നെ അന്തചിത്രങ്ങൾ അനവധി ഉണ്ടാക്കിയ ഒരു ഏറ്റവും ശ്രദ്ധേയമായൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും സംഭവിക്കാത്തതൊക്കെയാണ് നടന്നത്. പക്ഷേ ആ നടിയെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റാണ്ട് ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ഒരാളായിരുന്നു. പക്ഷെ നടന്നു, പല വിഷയം ഉണ്ടായ അദ്ദേഹത്തിനെ പുറത്താക്കേണ്ടി വന്നു. അക്കാര്യത്തിൽ ഈ പുറത്താക്കിയത് അമ്മയുടെ ഒരു എടുത്തുചാട്ടമായിരുന്നോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെയ്യേണ്ടി വന്നിരുന്നു എന്നുള്ളൊരു തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും? അതെ, കൂടുതൽ അതിലേക്ക് ഡീറ്റെയിൽസ് പോകുന്നില്ല. കാരണം ഞാൻ അതിൽ ഒരു സാക്ഷിയായതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ്. പക്ഷേ ഒറ്റ കാര്യം പറയാം, നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. നമ്മുടെ ഭരണഘടന അതിന് അധികാരം നൽകുന്നില്ല നമുക്ക്. പക്ഷേ ഒരു സമ്മർദ്ദത്തിൻ്റെ മുകളിലോ എന്തായിക്കോട്ടെ നമ്മൾ അന്നങ്ങനെ തീരുമാനം എടുത്തു. അത് പിന്നെ ജനറൽ ബോഡിയിൽ റാക്ടിഫൈ ചെയ്തു. അംഗങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് അത് റാക്ടിഫൈ ചെയ്തു. പിന്നെയും അതവിടെ നിന്നില്ല. അതുമ്മ തൂങ്ങി വാർത്തകളൊക്കെ ആയിട്ട് അത് പോണ്ടി വന്നു. അവസാനം അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു. അതാണ് അവസാനത്തെ സിറ്റുവേഷൻ.
ഞാൻ നമുക്ക് പൊതുവേദിയിൽ പറയാൻ പാടില്ലാത്ത ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ രണ്ടുപേരും നമ്മുടെ അംഗമായിരുന്നു. രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് എനിക്ക് ഒരുപാട് അടുത്തറിയാവുന്നവരാണ്. ദിലീപ് ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്നിട്ട് വേറൊരു ഹോട്ടലിൽ താമസിക്കേണ്ട ആളെ ഞാൻ എൻ്റെ റൂമിൽ കിടത്തി 30 ദിവസത്തോളം എൻ്റെ റൂമിൽ കിടത്തി. അദ്ദേഹത്തിന് കൊടുത്ത റെമ്യൂണറേഷൻ വളരെ കുറഞ്ഞു പോയി എന്ന് കണ്ടപ്പോൾ ഞാനതിന് അവിടെ ചെന്ന് ചൂടായി റെമ്യൂണറേഷൻ മാറ്റി കൊടുത്ത് ആ പ്രൊഡക്ഷൻ കൺട്രോളർ വളരെ മോശമായിട്ട് ദിലീപിനോട് പെരുമാറുകയും ചെയ്ത് ഞാൻ ദിലീപിനോട് ഒറ്റ കാര്യം പറഞ്ഞു, ഒന്നും മറുപടി പറയണ്ട, ഇദ്ദേഹം ദിലീപിൻ്റെ ഡേറ്റ് വാങ്ങാൻ വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. 6 മാസത്തിനുള്ളിൽ ഇദ്ദേഹം ദിലീപിൻ്റെ ഡേറ്റ് വാങ്ങാൻ ചെല്ലുന്നു. ദിലീപ് അപ്പം എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു വേറെ ആർക്ക് ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് കൊടുക്കണം, പക്ഷെ പറഞ്ഞിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ ദിലീപിനോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചില ഉൾക്കാഴ്ചകൾ എന്നൊന്നും പറയുന്നില്ല, ഇവരിൽ കഴിവുണ്ട്. ദിലീപിനെനിക്ക് വളരെ മുമ്പേ അറിയാം. അതങ്ങനെ സംഭവിച്ചു. എന്തൊക്കെയോ ഇപ്പോൾ നമ്മളൊരു കോടതിയിൽ നിൽക്കുന്ന കേസായതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള നല്ലോണം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. അത് സംഭവിക്കാൻ പാടില്ലാത്ത പല തെറ്റിദ്ധാരണകളും എൻ്റെ പിന്നിലുണ്ടായി. നേരത്തെ പറഞ്ഞൊരു സമ്മർദ്ദം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരു വിഷ്വൽ നമുക്കൊന്ന് ഒന്ന് കണ്ടു നോക്കാം. ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചിരിക്കുന്നു. അവിടെ നയം എന്താണെന്നും എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ആവശ്യങ്ങൾ എന്താണെന്നും ഞാൻ ഉന്നയിക്കും. തുടർന്ന് അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ കൂടെ നയങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും എൻ്റെ പ്രതികരണം. അതല്ലാത്ത പക്ഷം എൻ്റെ പ്രതികരണം പറയും. അക്കാലത്തെ ഒരു വളരെ ശക്തമായൊരു ശബ്ദങ്ങളിലൊന്നായിരുന്നു പൃഥ്വിരാജിൻ്റേത്. പക്ഷെ മമ്മൂക്കയുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് അമ്മയുടെ വളരെ അവൈലബിൾ മെമ്മറി കൂടുന്നത്. പത്രക്കാരെല്ലാം വളഞ്ഞു നിൽക്കുകയാണ്. രാജു വളരെ കാഷ്വലായിട്ട് വന്നിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ തല അപ്പോഴും തല ഉയർത്തി നിന്ന് ചോദിക്കുന്നു എന്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. എൻ്റെ വിഷ്വൽ നമ്മളൊന്നും തിരക്കൊന്നും കിട്ടിയില്ല, മറുപടിയാണത്. അതൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ശരിക്കും. ഇതിനൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളുടെ അന്ന കാലത്ത്. അല്ല, സ്വാഭാവികമായിട്ടും അവർ കുറച്ച് ആ അഭിപ്രായം അപ്പം തന്നെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടായി. പക്ഷേ സംവിധാനം അതിനെ അനുവദിക്കില്ല എന്നറിയായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂക്ക ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് നിയമവശം നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികൾ പറയുന്നു. അതല്ല, അത് വരുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പം ഇതാണ് തീരുമാനം എന്ന് പറയുന്നു. നമുക്ക് ഇന്നവരെ അമ്മയിലൊരു കാര്യമുണ്ട്, അഭിപ്രായങ്ങൾ പലതും പറയും, പക്ഷേ തീരുമാനങ്ങളൊന്നാണ്. അപ്പോൾ നമ്മൾ ആരും എതിര് പറയാറില്ല. അപ്പോൾ തീരുമാനം ഇതെടുക്കണമെന്ന് ഒരു പക്ഷം പറയുന്നു, നമ്മളത് ആ തീരുമാനത്തിലേക്ക് എത്തുന്നു, അതാണ് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയുടെ അടുത്ത പ്രസിഡൻ്റ് ആവേണ്ട രാജുവാണ്. ആണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം കാര്യങ്ങൾ തുറന്നു പറയും രാജുവിൻ്റേതായ പൊളിറ്റിക്സ് എന്തൊക്കെയൊക്കെ ഉണ്ടായിക്കോട്ടെ, രാജുവാണ് അമ്മയുടെ അടുത്ത പ്രസിഡൻ്റ് ആവേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രാജുവിന് അതിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു. രാജുവിന് അതിന് കേപ്പബിലിറ്റി ഉള്ള ആളാണ്. എല്ലാവരെയും വ്യക്തമായ കാര്യങ്ങൾ അറിയാം. രാജു നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. രാജുവിന് നല്ല ഒരാളുടെ വിഷമങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം രാജു ആ ഒരു പൊസിഷനിലേക്ക് വരണം എന്നുള്ളത്. ഈ ആവരം പറഞ്ഞിട്ടുണ്ടോ രാജുവിനോട്? പിന്നെ ഇടയ്ക്കൊന്ന് ഇലക്ഷൻ പങ്കെടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മീറ്റിങ്ങുകളൊന്നും അതില്ല. പലപ്പോഴും ഷൂട്ടിങ്ങുകൾ അല്ലെങ്കിൽ സംവിധാനമൊക്കെ ആയിട്ട് അങ്ങനെ രാജു യാത്രകളാണ്. അപ്പോൾ ഇപ്പോഴും വിളിച്ചാൽ ആദ്യം ഫോൺ എടുക്കുന്ന ഒരാളാണ്. പിന്നെ എല്ലാവരും പ്രസൻസ് ചിലപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ രാജു അങ്ങനെ ഒരു എതിരാളി ഒന്നുമില്ല. അല്ല, രാജുവാണ് എൻ്റെ ഇതിൽ അടുത്തൊരു പ്രസിഡന്റ് ആവേണ്ട ആൾ. അതുപോലെ കപ്പാസിറ്റിയുള്ള ചാക്കോച്ചൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ. എന്നിട്ടും ഈ അടുത്തിടെ ഒരു CCL സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ മുഖം എന്ന് പറയുന്ന ഒരു പക്ഷേ എനിക്കറിയാവുന്നത് ബാബുചേട്ടനാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കഥകളൊക്കെ വളരെ അടുത്ത് നിന്ന് എനിക്ക് പരിചയമുള്ള ആളാണ്. അതിൻ്റെ ആദ്യം മുതൽ CCL ഫസ്റ്റ് സീസൺ മുതൽ അതിൻ്റെ മാനേജറായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ. നമ്മൾ എത്രയോ പരിപാടികളിൽ ഒക്കെ പോയി യാത്ര ചെയ്തു. പക്ഷേ ഈ അവസാനത്തെ സീസണുകളിൽ ചേട്ടൻ മാനേജറായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായൊരു അഭിപ്രായ ഭിന്നത എന്താണത്? അല്ല, അത് അവിടെ ഈ പറഞ്ഞ ചേട്ടൻ വളരെ നല്ല മനസ്സോടുകൂടി പറഞ്ഞ ചാക്കോച്ചൻ്റെ പേരാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ ഒരു നിമിഷത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം ഒരു അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് വേറൊരു പാരലൽ സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമുക്ക് അത് ഒരു ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു ബർഡനായിരുന്നു അത്. കാരണം ക്രിക്കറ്റ് കളിയെക്കുറിച്ച് അത്യാവശ്യം കളിക്കുന്നതല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഒരു പിടിപാടില്ലാത്ത ആളാണ്. ആദ്യത്തെ CCL എന്ന് പറയുന്നത് ഞാനും ലിസിയും ഷാജി എന്ന് പറഞ്ഞ ഓണറും ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്. 5000 പേര് വന്ന ഭാഗ്യമെന്നാണ് അന്ന് പ്രിയേട്ടൻ പറഞ്ഞത്. അവിടെ സ്ഥാനത്താണ് 1.1 ലക്ഷം ആളുകളെ നമ്മളെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത്.
അതിൻ്റെ ഒരു ലോഞ്ചിങ്. ഇന്നും CCLൻ്റെ വീഡിയോ കാണിക്കുന്നത് കൊച്ചി കളിയാണ്. അതുപോലെ ആളെ കയറ്റാൻ, അതുപോലെ ഈ കേരളത്തിൽ ഉണ്ടായ വാർത്താ പ്രാധാന്യം ഒരു സംസ്ഥാനത്ത് കിട്ടിയിട്ടില്ല. CCLൻ്റെ ലൈഫ് കേരളമായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഗ്രൗണ്ട് കിട്ടാണ്ട് വന്നു. അപ്പോൾ കേരളത്തിലെ കളി ഹൈദരാബാദിൽ കൊണ്ടുപോയി. ആർക്ക് മലയാളി. അപ്പോൾ നമ്മുടെ സ്പോൺസേഴ്സ് ലെവൽ കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുന്നോട്ട് പോയാൽ കൈ കൊള്ളും. ഓണേഴ്സിന് ഞാൻ കൊടുത്തു, ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അത് കേൾക്കാതെ 2 പ്രാവശ്യം ചെയ്തു, കൈ പൊള്ളി. പിന്നെ തുടരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇതിലെന്തെങ്കിലും ഉടച്ചു ചേർത്താലേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് പിന്നോട്ട് വന്നു. അതിനുള്ളിൽ ഇവരൊരു പാരലൽ സംവിധാനം ഉണ്ടാക്കി അപ്പുറത്ത്. പക്ഷേ അത് അമ്മയോട് പറയാതെ ചെയ്തു എന്നുള്ളതാണ്, എന്നോട് പറയാതെ അല്ല. അമ്മ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തോട് പറയാതെ അപ്പുറത്തൊരു പാരലൽ സംവിധാനം ഉണ്ടാക്കി. അതിൻ്റെ എതിർപ്പാണ് ഞാൻ പ്രകടിപ്പിച്ചത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതില്ല. പക്ഷേ ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം ആളുകൾ തെറ്റിദ്ധരിക്കരുത്, ഇത് അമ്മയുടെ ടീമാണെന്ന് തെറ്റിദ്ധരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രസ്താവന നടത്തിയത്. അത് അമ്മയോട് അപ്പോൾ ഈ കുഞ്ചാക്കോ ചോദിച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥം? അല്ല, ചാക്കോച്ചൻ അറിയിച്ചു, എല്ലാം ഒരു കൃത്യസമയത്തല്ല അറിയിച്ചതെന്നുള്ളൂ. ചാക്കോച്ചൻ ഇങ്ങനെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ പ്രസ്ഥാനം ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിലാണ് കത്ത് ചോദിച്ചത്. അങ്ങനെയാണ്. അല്ല, സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അതിൻ്റെ ഒരു CC ലോഗരി ആദ്യകാലത്തുണ്ടായി. അല്ല, അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന് എത്രയോ ചെറിയ പെർസെൻ്റ് അവരിട്ട് വെച്ചിട്ടുണ്ട്, അദ്ദേഹം പിന്മാറിയിട്ട് പോലും. അപ്പോൾ അദ്ദേഹവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലാലേട്ടനും അക്കാര്യത്തിൽ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. അല്ല, അതാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു സംഘടന എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു കാര്യമില്ല. ബാബു വേണ്ടെന്ന് ബാബു വേണ്ട. പക്ഷേ ഒരു പ്രസ്ഥാനത്തിൻ്റെ ടീമായിട്ട് നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിനെ അറിയിക്കേണ്ട ഒരു ചുമതലയുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മഞ്ഞുരുകില്ലേ. ചാക്കോച്ചൻ കഴിഞ്ഞ അമ്മയുടെ ഷോന് വന്ന് ഫുൾ ഡാൻസൊക്കെ ചെയ്ത് ലാസ്റ്റ് ഷോട്ട് വരെ എൻ്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ രാത്രി പ്രിയ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചാക്കോച്ചൻ എന്നെ വിളിച്ചത് കഴിഞ്ഞിട്ട്. എവിടെയൊക്കെയോ ഒരു പ്രശ്നങ്ങൾ തീർന്ന ഒരു സന്തോഷം. ഇപ്പോൾ ഇത്തവണ എൻ്റെ അടുത്ത് ചുമതല ഏൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചാക്കോച്ചുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കാം. ലാലേട്ടൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചാക്കോച്ചുണ്ടെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാം. കാരണം സായിട്ടുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ, അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ അല്ല, ചെറിയ അല്ല, എല്ലാ കാലത്തും അത് പിന്നെ സ്ട്രോങ് ആയിരിക്കേണ്ടതല്ലോ. അതെ, നമ്മളെ പക്ഷേ ചില തീരുമാനങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ പിന്നെ ഒരു തീരുമാനം ഞാൻ പിന്മാറാത്ത ആളാണ്. അത് എൻ്റെ തല പോയാലും ഞാൻ മാറില്ല. ഞാൻ കേട്ടുള്ള ഒരു ഞാൻ നേരത്തെ നമ്മൾ ആ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയതുകൊണ്ടാണ്. ഇപ്പോൾ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള ആക്രമിക്കപ്പെട്ട നടി എന്നുള്ള ഒരു ചില വിഷമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഏറ്റവും കൂടുതൽ ആത്മബന്ധങ്ങളുണ്ടായിരുന്ന, വളരെ സൗഹൃദങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരുടെ വിവാഹത്തിന് ചേട്ടൻ അറിയിക്കാത്തൊരു വലിയ വിഷമം എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദുഃഖമായി എന്നെ ക്ഷണിച്ചിരുന്നില്ല. അതൊരു ദുഃഖമായിട്ട്. കാരണം അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചപ്പോൾ പൂർണ്ണമായിട്ട് ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് രാത്രി മടങ്ങി പോകുന്ന ആളാണ്. എനിക്കങ്ങനെ ആ കുട്ടിയോട് വിരോധമില്ല. അവരുടെ അമ്മയായാലും എല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. എന്നോടൊപ്പം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള കുട്ടിയാണ്, ഷോകളൊക്കെ വന്നിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ എവിടെയോ ആരുടെയൊക്കെയോ തെറ്റിദ്ധാരണകളിൽ ഒരു അകൽച്ചയുണ്ടായി. കാലം അത് മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അപ്പോൾ ആ കുട്ടിക്ക് എഗനസ്റ്റായിട്ട് അമ്മ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 100% പറയാം അത് അവരുടെ കൂടെയാണ്. എവിടെയോ അതിൻ്റെ ട്രാക്ക് മാറ്റി, ആരൊക്കെയോ സംബന്ധിച്ചു. കാരണം ഈ പ്രശ്നത്തിൽ ആദ്യമായിട്ട് ഇടപെടുന്നത് ഇന്നസെൻ്റ് ഏട്ടൻ, ഗണേഷ് കുമാർ, മമ്മൂക്ക, ഇവരൊക്കെ ഇഷ്യൂവിൽ ഇടപെട്ടവരാണ്. പക്ഷെ എവിടെയോ വെച്ച് ഇവരെയൊക്കെ ശത്രുക്കളാക്കുകയും വേറൊരു ആരോ തട്ടിക്കൊണ്ടുപോയ പോലെ അതൊക്കെ ഉരുത്തിരിഞ്ഞു പോയി. ഹൈജാക്ക് ഉണ്ടായി, എവിടെയൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും എനിക്ക് ഒരു വിഷമം ആ കുട്ടിയോടില്ല. ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്തായിട്ട് ഞാൻ മനസ്സിൽ കരുതുന്നു. കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നുള്ളതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അത് പിന്നെ നമുക്ക് വിഷമം തോന്നി, പിന്നെ അതൊക്കെ വിട്ടുപോയി. അത്രയേ ഉള്ളൂ. നാളെ വൈകാതെ ആ മഞ്ഞും തീർച്ചയായിട്ടും, കാരണം ഒന്നും പരിഹാരമില്ലാത്തൊരു കാര്യങ്ങളില്ല. തീർച്ചയായിട്ടും. ശരി, അപ്പോൾ ആ മഞ്ഞുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഹണി റോസിനും കൂടി എന്തോ ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. ആ ചോദ്യം കൂടി നമുക്ക് കേൾക്കാം. ഇടവേള എന്ന മൂവിയിലൂടെ നായിക തുല്യമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടാണ് ബാബുചേട്ടൻ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 40 വർഷത്തിന് മേളിലാവുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സിനിമയിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹീറോ ആയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു പോവാത്തത് മേ ബി നമ്മുടെ ഈ അസോസിയേഷൻ്റെ ഇത്രയും വലിയ ഉത്തരവാദിത്തം എടുത്ത് തോളിൽ വെച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിൽ അഭിനയത്തെ ബാധിച്ചിട്ടുണ്ടോ?
ചോദ്യം കറക്റ്റാണ്, വളരെ റെലവൻ്റ് റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ എല്ലാവരും ഒരു വിഭാഗം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് അണി ചോദിച്ചത്. സത്യമാണ്. അതിൽ എനിക്കിപ്പോൾ ഒരു 30 ദിവസം പഴയ പോലെ ഒരു ഷൂട്ടിങ്ങിന് പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 1, 2, 3 ദിവസമൊക്കെ വിട്ട് നിൽക്കാം. അതും എറണാകുളത്താണെങ്കിൽ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് രാത്രി ഓഫീസിൽ വരും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ അകലെ സ്ഥലത്ത് പോയിട്ട് എനിക്കൊരു ഇപ്പം തന്നെ ഇപ്പോൾ സാന്ദ്രയുടെ പടം ഏകദേശം 35 ദിവസത്തോളം എനിക്ക് ഇവിടെയായിരുന്നു, മൂന്നാർ അപ്പുറക്കായിരുന്നു ഷൂട്ടിങ്. ഞാൻ പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാന്ദ്രയും ബാബുരാജും ഷൈനൊക്കെ പറഞ്ഞു, ബാബു ചേട്ടൻ എങ്ങനെയെങ്കിലും അഭിനയിക്കും, കാരണം നല്ല വേഷമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു 10-30 ദിവസം കൊടുത്ത് വിട്ടു നിൽക്കാൻ പറ്റില്ല, 100 പ്രശ്നങ്ങൾ ഇപ്പുറത്ത് വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് എൻ്റെ ശ്രദ്ധ കുറഞ്ഞത്. പിന്നെ ഒരു ഹീറോ വേഷം ചെയ്യാൻ എല്ലാം റെഡി ആയതായിരുന്നു. അപ്പോഴേക്കും കോവിഡ് വന്നു. അതിന് വേണ്ടി എൻ്റെ വെയിറ്റ് വരെ ഞാൻ കുറച്ചു, ശരി, കഷ്ടപ്പെട്ട് വെയിറ്റ് കുറച്ചു. അപ്പോഴേക്കും കോവിഡ് വന്നു, കഥയൊക്കെ മാറിപ്പോയി. വേറൊരു കഥ ഏറ്റവും ആ കഥ എന്തായിരുന്നു, ആരാണ് ചെയ്യായിരുന്നത്? അത് നമ്മുടെ പുതിയ ഡയറക്ടേഴ്സിൽപ്പെട്ട ആൾക്കാരാണ്. നായകനായിട്ട് തന്നെ? ആ, നായകനായിട്ട്. എത്ര കിലോ കുറച്ച്? ഞാനൊരു 10-15 കിലോ മെലിഞ്ഞ് കുറച്ച്, നല്ലോണം മെലിഞ്ഞു. അവിടെ നിന്നാണ് ഞാൻ പഞ്ചസാര ഉപേക്ഷിച്ചത്. മമ്മൂക്ക എൻ്റെ അടുത്ത് ഒരു 15 കൊല്ലം മുമ്പ് പറഞ്ഞത്, നീ പഞ്ചസാര ഉപേക്ഷിച്ച് എന്നിട്ട് തടി കുറയുന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് പഞ്ചസാര ഉപേക്ഷിച്ച് അങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് 15 കിലോ കഴിച്ച് താടി വയ്ക്കണം, താടി വെച്ച് ഒക്കെ വന്ന് നല്ല കഥയായിരുന്നു. മലയാളത്തിലെ ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകളായിരുന്നു അഭിനയിക്കേണ്ടത്. അതാരാണ് ആ ഭാഗ്യവതി? കമലഹാസൻ്റെ മകളായിരുന്നു. ഓ ശരി. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് എല്ലാം അവസാനത്തെ ട്രാക്ക് വരെ എത്തിയതായിരുന്നു. അപ്പോഴേക്കും കോവിഡ് വന്നു. പിന്നെ എല്ലാം ലൊക്കേഷനൊക്കെ കണ്ട് എല്ലാം ചെയ്തായിരുന്നു. പിന്നെ തിരിഞ്ഞു പോയി. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് പോയി. ഇനി നടക്കുമത്? ഇനി അത് നടന്നൊന്നുമില്ല. വേറെ നടക്കണമെങ്കിൽ ആഗ്രഹിച്ചാൽ നടക്കായൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഹീറോ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഒരു ഹീറോ ആയിട്ട് അഭിനയിക്കുന്നൊരു അങ്ങനെ ആഗ്രഹം എടുത്താൽ സാധിക്കാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ പരിമിതികൾ എനിക്ക് നല്ലോണം അറിയാം. ഇപ്പം ഞാനൊരു ഹീറോ ആയിട്ട് അഭിനയിക്കും, ഞാനിത് വിൽക്കാൻ നടക്കണം, ഇതിൻ്റെ എല്ലാ പുലിവാലും ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഇഷ്ടം പോലെ ചാനലുകളിൽ വിളിക്കും. ചില പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ആക്കി കൊടുക്കുമെന്ന് പറയും. ഒരു കാര്യമില്ലാണ്ട് ഞാൻ പോയി വിളിക്കും, എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ അവർ എന്നെ വിളിച്ചു പറയും. അപ്പോൾ ചാനലുകാരും ശത്രുവും ഇയാളും ശത്രുവും, ഇതാണ് ഒടുവിലുണ്ടാവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അഭിനയിച്ചൊരു പടമാണെങ്കിൽ എൻ്റെ കഷ്ടപ്പാടെന്ന് ആലോചിക്കും. അതാലോചിക്കുമ്പോഴാണ് ഞാൻ പലപ്പോഴും പിന്മാറുന്നതിൻ്റെ കാര്യം. ഇപ്പോഴും ഒരു കഥ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. കഥകളൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈകാതെ ഒരു നല്ല ഒരു നായകതുല്യമായ വേഷം ചെയ്യാൻ അല്ല, നമുക്ക് ഈ അമ്മയുടെ പ്രസ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അതൊക്കെയാണ്. പക്ഷെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്, പടം ഡയറക്റ്റ് ചെയ്യുന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ എനിക്കൊരു സ്വസ്ഥത വേണം. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഈ പ്രശ്നം, ഞാനിപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലും ഒരു പ്രശ്നം തീർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രശ്നങ്ങളിങ്ങനെ ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളില്ല. അപ്പോൾ അതിന്നൊക്കെ ഒന്നൊരു മോചിതനായിട്ടൊരു ഫ്രഷായിട്ടൊന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു സമയം വേണം. അല്ലാതെ ഇതെല്ലാം കൂടി കൈയിട്ട് വാരി കൊളാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ്. അതെ. അപ്പോൾ വൈകാതെ അതിനുള്ളൊരു നായക വേഷം, അതിനുള്ള അവസരങ്ങൾ നടക്കാൻ ശ്രമം നടത്തിയാൽ പൂർണ്ണമായിട്ട് ശ്രമം നടത്തിയാൽ നടക്കും. ശ്രമം നടത്താത്തത് തന്നെയാണ്. അല്ല, ശ്രമം നടത്തണം. എൻ്റെ പരാജയം എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാൻ ആരെയും അതിന് ബ്ലെയിം ചെയ്യുന്നില്ല. എന്നെ വിളിച്ചില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് വേഷം തന്നില്ല എന്നോ പൂർണ്ണമായിട്ട് എനിക്ക് ഒരു കാലം ബ്ലെയിം ചെയ്യാനില്ല. എൻ്റെ കുറ്റം തന്നെയാണ്. ബാബു ചേട്ടൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരനാണ്. ഇവൻ്റ് ഓർഗനൈസറിങ്ങും പിന്നെ ഡയറക്ഷനും ഒക്കെ ഉണ്ടെങ്കിലും യു ആർ ആൻ ആർട്ടിസ്റ്റ്. അല്ലെങ്കിൽ ഒരിക്കലും ആർട്ടിസ്റ്റിനെ എത്ര തിരിച്ചറിയാൻ പറ്റുന്ന വേറൊരു ഓർഗനൈസർ ഉണ്ടാവില്ല.